Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ, മോട്ടു പത്ലു ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് കാണ്. ഈ ആപ്പ് ടച്ച് ചെയ്താൽ ഉടനെ ഈ അടുത്ത സമീപത്തുള്ള എല്ലാ പണവും സ്വർണവും വെള്ളിയും പിന്നെ വിലപിടിപ്പുള്ള എല്ലാ ആഭരണങ്ങളും ആ ലോക്കറിൽ നിന്ന് ഇറങ്ങി നിന്റെ ഫോണിലേക്ക് വന്നു ചേരും. എന്നിട്ട് നിന്റെ ഫോണിൽ നിന്ന് നിന്റെ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ആയി അത് പിന്നെ ഒറിജിനലായി മാറും. ഇതൊരു ഭയങ്കര സാധനല്ലേ? സർ, ഞാൻ ഈ ആപ്പ് ഒന്ന് ഡെമോ ചെയ്ത് നോക്കട്ടെ. അല്ല, ഇതെന്താ? വേണ്ട. അയ്യോ, എന്റെ ലോക്കറിൽ കൊള്ളയടിച്ച സാധനം എല്ലാം തിരിച്ചതാ. അടിപൊളിയായ സാധനം തന്നെ. കൊള്ളയടിച്ച സാധനം എങ്ങനെ ഞാൻ തിരിച്ചു തരും? അയ്യോ, എന്നെ കൊള്ളയടിച്ചോണ്ട് പോയേ. എന്റെ എല്ലാം പൊട്ടിച്ചോണ്ട് പോയേ. അയ്യോ, നമ്മളുടെ മഹാൻ മോട്ടു പത്ലുവിന്റെ പേരിൽ ഞാൻ ഒരു ആപ്പ് തയ്യാർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് മോട്ടു പത്ലു ആപ്പ്. ഇനി നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം വേറെ ഏത് ആപ്പും യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. ഈ ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് മാത്രമല്ലാതെ ഇതിന്റെ സ്റ്റോക്ക് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ഒരു ആപ്പ് ഉണ്ടാക്കിയതിൽ. നിങ്ങൾ എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ദയവായി ഉപയോഗിക്കണം. അതെ രാമു, ആ ഫുർഫുറി ബാങ്കിലെ നമ്പർ ഒന്ന് പറയോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സാറേ, മോട്ടു പത്ലുവിന്റെ ആപ്പില്ലേ, അതിനകത്ത് നോക്കിയാ പോരെ? ആ, ശരിയാണല്ലോ, ഞാനങ്ങ് മറന്നുപോയി. അങ്ങനെ ട്രയലും അങ്ങോട്ട് നടക്കും. അല്ല, ഇതെന്തായി സംഭവിക്കണേ? അയ്യോ അയ്യോ, എന്റെ ആഭരണങ്ങൾ എവിടെ പോവാ? ഇതൊക്കെ എങ്ങനെ പോണേ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ പോണേ? ഇതൊക്കെ അല്ല, ഇതെന്തായി സംഭവിക്കണേ? അയ്യോ, എന്നെ കൊള്ളയടിക്കുകയാണല്ലോ. അല്ല, ഇതെന്താ സംഭവിച്ചേ? എന്റെ ആഭരണങ്ങൾ മൊത്തം കൊള്ളയടിച്ചോണ്ട് പോയല്ലോ. പോലീസ് പോലീസ് പോലീസ്! ഈ ആപ്പിൽ എന്താ പ്രത്യേകതയുള്ളതെന്ന് നോക്കിയേക്കാം. ഇവരെന്തായി സംഭവിക്കുന്നേ? അയ്യോ, എന്റെ സ്വർണ്ണ പണമെല്ലാം പോകുന്നേ. ഫുർഫുറി നഗറിലെ സ്വർണം, വെള്ളി, പണം എല്ലാം എന്റെ കയ്യിൽ പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ജോൺ തീർച്ചയായിട്ടും ഡോണാക്കി മാറും. എടാ മോട്ടു, ഇറങ്ങി വാടാ. എന്തുപറ്റി പത്ലു? എനിക്ക് തോന്നുന്നു ഇവരൊക്കെ നമ്മുടെ ഓട്ടോഗ്രാഫ് മേടിക്കാൻ വരുമായിരിക്കും. കാരണം നമ്മുടെ ആപ്പ് അത്രയ്ക്ക് ഹിറ്റായെന്നാ തോന്നുന്നത്. വരൂ പ്ലീസ്, വെൽക്കം വല്ലേട്ടാ. വരൂന്നേ. ഇല്ല, നിങ്ങൾ വരൂ ഞങ്ങളുടെ നടുവിലേക്ക്. ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു സ്വാഗതം തരാം. അതിനെന്താ, വരൂ പത്ലു. ഞങ്ങളെ അല്ല ചേട്ടാ, എന്തിനാ ഞങ്ങൾ തല്ലുന്നത്? ഞങ്ങൾ അങ്ങനെ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട്? കണ്ടോ, മോട്ടു പത്ലു നമ്മളെ കൊള്ളയടിച്ചു. ഈ ആപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളെ എല്ലാരും വഞ്ചിച്ചു. ആരെങ്കിലും മോട്ടു പത്ലുവിന്റെ മേലെ കൈവച്ചാൽ ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇയാൾ എന്റെ അയൽവക്കാരൻ. ഞാനും ഇയാൾ ഉണ്ടാക്കിയ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ താങ്ക് യു ബോക്സർ ചേട്ടാ. നിങ്ങളുടെ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ സ്വർണവും പണവും എല്ലാം കാണാതെ പോയി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ അമ്മോ മോട്ടോ,
എപ്പോ വന്നാലും നിങ്ങൾ ആകാശത്തിലൂടെ പറന്ന് വന്നാണല്ലോ ലാൻഡ് ആവുന്നത്. വല്ലപ്പോഴും എൻട്രൻസ് വഴി വന്നോടെ. ഹലോ, ഇൻസ്പെക്ടർ ചിങ്കം ഹിയർ. ഹലോ, എന്റെ അമ്മോ, മോട്ടുപത്ലു, നഗരത്തിൽ മുഴുവനും നിങ്ങളെ കുറിച്ചാണ് കംപ്ലൈന്റ്. അവര് നിങ്ങളെ അന്വേഷിച്ച് എല്ലാരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്തേ മതിയാവൂ, അതല്ലാതെ എനിക്ക് വേറൊരു വഴി ഞാൻ കാണുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. സാറേ, ഒരു വഴിയുണ്ട് സാറേ. മോട്ടു പത്ലു ഭയങ്കര സ്ട്രോങ് അല്ലേ, അതുകൊണ്ട് അവർക്ക് നിങ്ങളെ അടിച്ചിട്ട് പോകാമല്ലോ. എന്താ ശരിയല്ലേ? അപ്പോൾ അവർക്ക് ശരിക്കും അവർ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള സമയം ലഭിക്കും സാർ. ഗുഡ് ഐഡിയ. നിങ്ങളെ എന്നെ നല്ല തല്ലിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോളൂ. ഓക്കെ ഓക്കെ സർ. എന്റെ അമ്മോ, മോട്ടുപത്ലു, ഞാൻ വെറുതെ ഒരു ഇടി തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇടിയുടെ ഒരു പൂരാണല്ലോ ഇവിടെ നടത്തുന്നത്. മതി, നിർത്ത്. മതിയാക്കൂ പ്ലീസ്. സിംഗിൾ സാർ, താങ്കൾക്ക് എന്ത് പറ്റും സാർ? എന്തിനാണ് സീറ്റിൽ നിറങ്ങി തടയിരിക്കുന്നത്? അതെ, ആ മോട്ടുപത്ലു എന്നെ തല്ലി ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. എന്റെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ, ഒന്ന് വേഗം ആവട്ടെ പത്ലു. ഐഡിയ. ഡോക്ടർ ജഡ്ക, നിങ്ങളെ കൊണ്ട് ഈ ആപ്പിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ ആപ്പിനെ എന്നെ കൊണ്ട് ഒരു നിമിഷത്തിനകം ഹാക്ക് ചെയ്യാൻ പറ്റും. അതെ, give me a 1 minute. റെഡ്, ബ്ലൂ, വൈറ്റ്, വയലറ്റ്, ഗ്രീൻ. ഇത് ഹാക്ക് ആയി കഴിഞ്ഞു. കണ്ടില്ലേ, ഞാനിപ്പോ ഇത് ഹാക്ക് ചെയ്തു. നിങ്ങൾ അന്വേഷിച്ച് ഇവരെല്ലാരും ഇവിടെ തന്നെ എത്തിയല്ലോ. നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നതാ നല്ലതട്ടാ. നിക്കൂ, എല്ലാവരും നിക്കൂ. ആരും മുന്നോട്ടേക്ക് വരരുത്. ഞാൻ പറയാം സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. ഇല്ല, ഇനി ഞങ്ങൾ ഒന്നും കേൾക്കൂല. ഞങ്ങൾ നിന്നെ തല്ലാൻ വന്നിരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേട്ടിട്ട് പിന്നെ നീ എന്നെ തല്ലാൻ വന്നോളൂ. ഇല്ല, ഞങ്ങൾ നിങ്ങൾക്ക് 1/2 മിനിറ്റ് പോലും സമയം തരത്തില്ല. വാ, ഇവരെ പിടിക്കാം. അടിക്കാവുമാരെ. അതെ, അടിക്ക. ഇനി ആരെങ്കിലും ഉണ്ടോടാ? ഞാനിപ്പോ വേണമെന്ന് വെച്ച് തല്ലിയതല്ല നിങ്ങളെ. സത്യത്തിൽ എനിക്ക് വേദന സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ തല്ലിയത് നിങ്ങളെ. 1 മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കൂ പ്ലീസ്. എന്റെ അമ്മോ, ഇവര് രണ്ടുപേരും ഇതുവരെ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 1 മിനിറ്റ് സമയം കൊടുക്കണം. അവൻ പറയട്ടെ. ശരി, പറ. അവിടെ മോട്ടു പത്ലു തല്ല് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കോ, സ്വർണം, വെള്ളി, പൈസ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമായിടാ. ഇതെന്താ ഇത്? ആരോ ആപ്പ് ഡൗൺലോഡ് ചെയ്തെന്ന് തോന്നുന്നു. സുഖമാണോ ജോണേ? ഏതത് മോട്ട് സംസാരിക്കുന്നല്ലോ. ഇതെങ്ങനെ? വീട്ടിൽ നീ സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നീ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങൾ കണ്ടെടുക്കാൻ പോവാണ്. അതിന്റെ കൂട്ടത്തില് നീയും ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാണ്. എങ്ങനെയുണ്ട്? എന്താ സംഭവിക്കുന്നത് ഇവിടെ? എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അയ്യോ, ഞാൻ കൊള്ളയടിച്ച പൈസയൊക്കെ പോകുന്നല്ലോ. ഇതെന്താ ഇതിങ്ങനെ? ഈ ആപ്പിൽ എന്തോ പ്രശ്നമായിന്നാ തോന്നുന്നത്. എന്റെ ആപ്പിനെ ആരോ റിവേഴ്സ് ചെയ്ത് വിട്ടടാ. ആരോ ഹാക്ക് ചെയ്തടാ എന്റെ ആപ്പിനെ. ഇതെങ്ങനെയെങ്കിലും നിർത്താൻ നോക്കടാ. ഓക്കെ ബോസ്. എന്നെ രക്ഷിക്കടാ, എന്നെ വലിക്കുന്നേ. ഇപ്പോൾ ഞാൻ എവിടെയുള്ളത്? സ്വർണം, എന്റെ സ്വർണം. ഞാൻ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത്. എന്റെ സ്വർണങ്ങളും രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇവിടെ കുറെ പേരുണ്ടല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യൂ? എന്ത് മോട്ടു പത്ലു, നിങ്ങൾ എന്താ ഇത് ഇവിടെയുള്ളത്? നിന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്ന ആപ്പ് ഉണ്ടാക്കിയവൻ നീയാണല്ലേ? എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഈ കളികൾ മുഴുവൻ കളിച്ചത് നീയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായോ? അടിക്ക് ജോണിനെ, അവരെ വിടരുത്, വിടാൻ പാടില്ല.
വേണ്ട, ഇവനെ ആരും കൈവയ്ക്കാൻ പാടില്ല. ഇവനെ അടിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എനിക്ക് മാത്രം. കാരണം അത്രയ്ക്ക് ഇവൻ കാരണം ഞാൻ തല്ലുകൊണ്ടിട്ടുണ്ട്. ശരി ശരി, ഇയാള് നിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ കണക്ക് കൂടെ അങ്ങോട്ട് തീർത്തോണം ശരിക്കും. എല്ലാവരും അടുത്തേക്ക് വരൂ, എന്നിട്ട് ഇവനെ കവർ ചെയ്യൂ. ഇവനെ ഞാൻ തല്ലുമ്പോൾ ഒരു സ്വർണവും പുറത്തേക്ക് പോകുവാൻ പാടില്ല. അയ്യോ അയ്യോ മോട്ടു, വേണ്ട മോട്ടു, ചിങ്ങം സാർ എന്നെ രക്ഷിക്കൂ ചിങ്ങം സാർ, എന്നെ പിടിച്ച് ജയിലിലിടൂ ചിങ്ങം സാർ, ഞാനിനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. പ്ലീസ് എന്നെ രക്ഷിക്കൂ സാർ, പ്ലീസ്, ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, എനിക്ക് അടി താങ്ങാനാവുന്നില്ല സാർ. എന്റെ അമ്മോ ജോൺ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിന്ന് നിസ്സഹായിയാണ്. കാരണം ഞാനിന്ന് സിവിൽ ഡ്രസ്സിലാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും കാണാൻ കഴിയില്ല. അയ്യോ, രാവിലെ വരെ എന്നെ ഇട്ട് തല്ലാണ്. ഇനി ആരുടെ ഊഴമാണ്? വന്നോളൂ. ഇനി എന്റെ ഊഴമാണ്. ഞാൻ തല്ലും അയാളെ. ഇല്ലില്ല, അടുത്തത് ഞാനാണ് ഇടിക്കാൻ പോകുന്നത്. എന്തേ നിങ്ങൾക്കൊന്നും മനസാക്ഷി ഇല്ലടാ? ചിങ്കം സാർ എന്നെ രക്ഷിക്കേ. Watch India's largest kids library only on Geo Hotstar. Download the app now.